2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ സമ്പൂർണ്ണ ജയം തേടി ഇന്ത്യ. ഗ്രൂപ്പ് എയിൽ നെതർലാൻഡ്സിനെതിരെയാണ് ഇന്ത്യയുടെ മത്സരം. ആദ്യ 3 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ നേരത്തെ സൂപ്പർ 8-ൽ കടന്നിരുന്നു. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ പാകിസ്ഥാൻ നമീബിയയെ നേരിടും. ജയിച്ചാൽ ഇന്ത്യക്കൊപ്പം പാകിസ്ഥാനും സൂപ്പർ 8-ലെത്താം. PT മുഹമ്മദ് ജസീം നൽകും വിശദാംശങ്ങൾ. ജസീം, എത്രത്തോളം ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകർ? ഗുഡ് മോർണിംഗ് കീർത്തന, ശ്രുതി. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി ഇന്ന് ഇറങ്ങാവുന്നതാണ്. കാരണം നേരത്തെ തന്നെ സൂപ്പർ 8-ലെത്തി എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം പാകിസ്ഥാനെ ഏറ്റവും ആവേശകരമായി നമ്മളെല്ലാം കണ്ടിരുന്ന ആ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ മികച്ച വിജയം നേടിക്കൊണ്ടാണ് ഇന്ത്യ സൂപ്പർ 8-ലേക്ക് മുന്നേറിയത്. പിന്നീട് നേരത്തെ ഇതോടുകൂടി ഗ്രൂപ്പ് എയിലെ മത്സരങ്ങളിൽ 3 മത്സരങ്ങളിലും ഇന്ത്യ ജയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇനി ഇന്ത്യക്ക് നെതർലാൻഡ്സാണ്. നെതർലാൻഡ്സിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നമീബിയക്കെതിരെ മത്സരത്തിൽ മാത്രമാണ് നെതർലാൻഡ്സ് വിജയിച്ചിട്ടുള്ളത്. മറ്റ് മത്സരങ്ങളൊന്നും ജയിക്കാൻ നെതർലാൻഡ്സ് സാധിച്ചിട്ടുമില്ല. അവർക്ക് ഇനി മുമ്പോട്ടുള്ള സൂപ്പർ 8-ലേക്കുള്ള കടമ്പ എന്ന് പറയുന്നത് വലിയ ദുഷ്കരവുമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടാണ് ഇന്നിറങ്ങുന്നത്. കാരണം സൂപ്പർ 8-ലെത്തിയിരിക്കുന്നു. ഇന്ത്യക്ക് ഈ ഒരു മത്സരം ഒരു സന്നാഹം പോലെ, സൂപ്പർ 8-ലേക്കുള്ള ഒരു സന്നാഹം പോലെയാണ്. വലിയ കാര്യമായ മാറ്റങ്ങളും പാകിസ്ഥാനെതിരായ മത്സരത്തിൽ കളിച്ച താരങ്ങളെല്ലാം കളിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ കൊളംബോയിലെ മത്സരത്തിൽ കുൽദീപ് യാദവ് അർഷ്ദീപ് സിംഗിന് പകരം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇന്ന് ചിലപ്പോൾ കുൽദീപ് യാദവ് മാറിയേക്കും എന്നുള്ള ഒരു സൂചന മാത്രമാണുള്ളത്. കാര്യമായ മാറ്റങ്ങളൊന്നും ഇന്ത്യൻ ടീമിൽ ഉണ്ടാകാനുമിടയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ന് നമീബിയയെ നേരിടുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജയിക്കുകയാണെങ്കിൽ അവർക്ക് സൂപ്പർ 8-ലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി മുന്നിലുണ്ട്. അവർക്ക് തോറ്റാലും അവരുടെ റൺ റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യം കൂടി അവർക്ക് കാത്തിരിക്കേണ്ടി വരും സൂപ്പർ 8-ലെത്താൻ. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്രൂഷ്യലായിട്ടുള്ള ഒരു മത്സരം കൂടിയാണ് ഇന്നത്തെ ദിവസം കാത്തിരിക്കുന്നത് ഗ്രൂപ്പ് എ.